ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനമത്രേ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ വിളക്ക് കത്തിയും നിങ്ങളുടെ അര മുറുക്കിയും ഇരിക്കട്ടെ. ഉണർന്നിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഉണർന്നിരിപ്പിൻ. എന്തുകൊണ്ട് ഉണരണം? നമ്മുടെ അകത്ത് ഒരുക്കമുള്ള ഒരാത്മാവുണ്ട്, വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഒരുക്കമുള്ളൊരാത്മാവ് നമ്മിലുള്ളപ്പോൾ തന്നെ നമ്മിൽ ബലഹീനമായൊരു ജഡമുണ്ട്. രണ്ട് ശക്തികൾ, രണ്ട് വ്യക്തികൾ യുദ്ധം നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ വളർച്ചയെ മുന്നേറ്റത്തെ തടയാൻ ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടം നിങ്ങളിലുണ്ട്. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ കൂടെ കടലിൽ കൂടെ നടന്ന് നിന്റെ അടുത്തേക്ക് വരട്ടെ എന്ന പത്രോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, വരിക. ആ ശബ്ദത്തോട് പ്രതികരിച്ച് കടലിൽ കൂടി പത്രോസ് നടക്കുകയാണ്. എന്തൊരു പവറാണത്! ദൈവശബ്ദം നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ആ ശബ്ദത്തോടു കൂടെ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കടലിൽ കൂടി നടക്കാൻ വരെ നിങ്ങളെ പ്രാപ്തരാക്കും. അത്ര വലിയ ശക്തിയാണ് വചനത്തിൻ്റെ ശക്തി. അപ്പോൾ തന്നെ ഒരു കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങുന്ന പത്രോസിനെ വീണ്ടും നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ശക്തരായിരിക്കുമ്പോൾ തന്നെ നമ്മെ തളർത്തുവാൻ, വീഴ്ത്തുവാൻ ശക്തിയുള്ള ഒരു ബലഹീനമായ ജഡമുണ്ട്. അവിടെയാണ് പിശാച് തന്ത്രങ്ങൾ മെനയുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും ഉണർന്നിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ പകൽ, നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട നാം, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ആത്മാവിന് വലിയ ഒരുക്കമാണ്. എന്തിനാണെന്നറിയാമോ? വീട്ടിൽ ചെല്ലാനാണ്, യേശുവിനോട് ചേരാനാണ്. കാഹളം ധ്വനിക്കാൻ പോവുകയാണ്. നാം എത്ര അധികം ശ്രദ്ധയുള്ളവരാകണം, എത്ര അധികം ഒരുക്കമുള്ളവരാകണം. നിങ്ങൾ പോർക്കളത്തിലാണ്, യുദ്ധം നടക്കുകയാണ്. ഉണർന്നിരിക്കുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. സമയങ്ങൾ കടന്നു പോകുന്നു. നിത്യതയോട് നാം നടന്നു നീങ്ങുകയാണ്. വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ നിധിയാണ് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത്. അതിനെ ആരും നഷ്ടമാക്കരുതേ. എന്തു വില കൊടുത്തും അതിനെ നിലനിർത്തുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.